നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് പഠിച്ചല്ലേ. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. കെമിക്കൽ ചേഞ്ചിൽ നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ഇനി നമ്മൾ നോക്കുമ്പം ഒരു കെമിക്കൽ ഇക്വേഷൻസിനെ പറ്റി പറയാനുണ്ട്. കെമിക്കൽ ഇക്വേഷൻസ് മാത്സിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ നമ്മൾ എന്ത് വെച്ചിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്? ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈക്വൽ ടു അല്ലേ, 5 into 2 equal to 10 അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷനിലായിരുന്നു നമ്മൾ മാത്സിൽ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ കെമിക്കൽ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പം നമ്മൾ അവിടെ ഈക്വൽ ടു അല്ല ഉപയോഗിക്കുന്ന സിമ്പിള്, പകരം അവിടെ ഗിവ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ്. കണ്ടോ, ഈ ഒരു സിമ്പിൾ ആണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ പഠിച്ചു വന്നപ്പോൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരുപാട് കെമിക്കൽ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടാവും അല്ലെ. സോ നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്, കെമിക്കൽ ഇക്വേഷൻസ് എന്താണ്, കെമിക്കൽ ഇക്വേഷൻസ് എന്തിനാണ്, അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തല്ലേ. ഏത് എക്സ്പെരിമെന്റാ? മഗ്നീഷ്യം റിബൺ എടുത്ത് അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ പറയാം, മഗ്നീഷ്യം റിബണെ കത്തിക്കുന്നത് അല്ലെ. കത്തിക്കുക എന്ന് പറഞ്ഞാൽ ബേൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? ഒരു വൈറ്റ് പൗഡർ കിട്ടിയില്ലേ കത്തിച്ചപ്പോ? നമ്മൾ ആ എക്സ്പെരിമെന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മഗ്നീഷ്യം റിബൺ നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പം നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. നമ്മൾ ആ മഗ്നീഷ്യം ഓക്സൈഡിനെ ഒരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ കളക്ട് ചെയ്തു. സോ ആ ഒരു റിയാക്ഷൻ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെ, ചേഞ്ച് ആണ്, ബേണിംഗ്. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും പറഞ്ഞപ്പോ ബേണിംഗ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് നമ്മൾ കണ്ടല്ലേ. സോ ആ ഒരു കെമിക്കൽ ചേഞ്ചിനെ, ആ ഒരു കെമിക്കൽ റിയാക്ഷനെ ഞാൻ ഒരു കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? നമ്മള് മഗ്നീഷ്യം റിബൺ എടുത്തു, നമ്മൾ അതിനെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യിപ്പിച്ചു? റിയാക്ട് ചെയ്യിപ്പിച്ചു. നമുക്ക് എന്ത് കിട്ടി? മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. റെഡിയല്ലേ മക്കളെ? മഗ്നീഷ്യം റിബൺ എടുത്തു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു, നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. അപ്പോ നമ്മൾ ഈ ഒരു റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരോ ഹെഡ് ഉണ്ടല്ലോ, എന്താണോ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചത്, എന്താണോ നമുക്ക് റിയാക്ഷൻ ശേഷം കിട്ടിയത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻസിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചത് എന്തിനൊക്കെയാ? മഗ്നീഷ്യത്തിനെയും ഓക്സിജനെയും. മഗ്നീഷ്യം റിബൺ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓക്സിജൻ വെച്ചിട്ട് കത്തിക്കുകയല്ലേ ചെയ്തത്, ബേൺ ചെയ്യല്ലേ ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. സോ നമ്മൾ ഈ മഗ്നീഷ്യത്തിനെയും ഓക്സിജനെയും അപ്പൊ നമ്മൾ എന്താണെന്നറിയോ പറയാ മക്കളെ? വി കോൾ ഇറ്റ് ആസ് റിയാക്ടൻസ്. എന്നാ പറയാം. നമ്മള് ഒരു കെമിക്കൽ റിയാക്ഷന്റെ അകത്ത് ആരെയാണോ ഉപയോഗിക്കുന്നത്, ആരൊക്കെ ചേർന്നാണോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, അവരെ നമ്മൾ പറയാ റിയാക്ടൻസ് എന്നാ പറയാ. ആൻഡ് നമുക്ക് എന്താ കിട്ടിയത്? കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്താ കിട്ടിയത്? കെമിക്കൽ റിയാക്ഷന്റെ ഔട്ട്കം എന്തായിരുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ. ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ നമ്മൾ പറയാ ഈ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്നാണ്. എന്താ പറയാ? പ്രോഡക്റ്റ് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ. സോ മഗ്നീഷ്യത്തിനെ ഓക്സിജനുമായിട്ട് കത്തിക്കുമ്പം നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് മഗ്നീഷ്യവും ഓക്സിജനും ഈ റിയാക്ഷന്റെ റിയാക്ടൻസും, ഈ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഈ റിയാക്ഷനിലെ പ്രോഡക്റ്റുമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇതിനെ തന്നെ നിങ്ങൾ മഗ്നീഷ്യത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ. മഗ്നീഷ്യത്തിനെ നമ്മൾ ഏത് സിമ്പിൾ വെച്ചിട്ടാ റെപ്രസെന്റ് ചെയ്യുക? യെസ്, മഗ്നീഷ്യം എന്ന് പറയുന്നത് Mg ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ സിമ്പിൾ പഠിച്ചത് എന്താ? Mg ആണ് അല്ലെ. സോ ഈ പ്ലസ് ഞാൻ ഇവിടെ റിയാക്ടൻസിന് ഏതൊക്കെ റിയാക്ടൻസ് ആണോ നമുക്ക് നമ്മുടെ ഈ കെമിക്കൽ റിയാക്ഷനിൽ 2 റിയാക്ടൻസ് ആണല്ലേ ഉള്ളത്, മഗ്നീഷ്യവും ഓക്സിജനും ആണുള്ളത്. സോ ഈ 2 റിയാക്ടൻസിനെ ഞാൻ ഇവിടെ മഗ്നീഷ്യം,
ഓക്സിജൻ കോമ ഇനിയും റിയാക്ഷൻ ഉണ്ടെങ്കിൽ നൈട്രജൻ, ഇങ്ങനെ ഇങ്ങനെ കോമ ഇട്ടിട്ടല്ല നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ഏതൊക്കെ സാധനങ്ങളാണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവരെ നമ്മൾ ഒരു പ്ലസ് സൈൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ റിയാക്ടൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ Mg പ്ലസ് ഓക്സിജൻ എന്നാണ് പറയുക, അല്ലാതെ Mg കോമ ഓക്സിജൻ ആ ഒരു പാറ്റേണിലല്ല നമ്മൾ കെമിക്കൽ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുക. സോ നമ്മൾ മെഗ്നീഷ്യത്തിനെ Mg എന്ന് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ഓൾസോ ഓക്സിജൻ ഗ്യാസ് ആണ് അല്ലെ, സോ അത് ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. നമ്മൾ ഓക്സിജനെ O2 എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഡയാറ്റോമിക് ആയതുകൊണ്ടാണ് O2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിയാക്ഷനിൽ ഓക്സിജൻ ഏകാറ്റം മീൻസ് ഒറ്റ ആറ്റം അല്ല, അതുകൊണ്ട് തന്നെ എന്താവില്ല, നമ്മൾ ഒരു സിംഗിൾ O വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ O2 ഓക്സിജൻ ഗ്യാസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ O2 എന്ന് വേണം അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളെ റിയാക്ടൻസ് ആയിട്ടുള്ള മെഗ്നീഷ്യത്തിനെ ഞാൻ Mg എന്നും ഓക്സിജനെ ഞാൻ O2 എന്നും റെപ്രസെന്റ് ചെയ്തു. ആൻഡ് അവരെ തമ്മിൽ ഇവർ രണ്ടുപേരാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇൻ ബിറ്റ്വീൻ ഒരു പ്ലസ് സൈൻ ഇട്ടു. എന്നിട്ട് നമുക്ക് എന്താ കിട്ടിയത്, അത് നമ്മള് ഗിവ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ആരോ ഹെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ ഈക്വൽ ടു അല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ഈക്വൽ ടു അല്ല നമ്മൾ കെമിസ്ട്രിയിൽ കാണിക്കുക. ഈ ഇക്വേഷനിൽ നമ്മൾ ആരോ ഹെഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ആരോ ഹെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റ ആരോ ആണ് മക്കളെ. ഈക്വൽ ടു മീൻസ് ഗിവ്സ് എന്താ കിട്ടുക, മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സൈഡിനെ MgO ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതിനെ നമ്മൾ Mg പ്ലസ് O2 ഗീവ്സ് MgO എന്നാണ് വായിക്കുക. കെമിക്കലി നമ്മൾ ഇതെങ്ങനെ റീഡ് ചെയ്യുക, Mg പ്ലസ് O2 ഗീവ്സ് MgO. നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ്, ഇങ്ങനെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ് ഇങ്ങനെ പറയുന്നതിനേക്കാളും എത്ര സിമ്പിൾ ആണ് അല്ലെ. Mg പ്ലസ് O2 ഗീവ്സ് MgO സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ അത് ഇതിന്റെ ഒരു ഇങ്ങനെ നമ്മൾ കെമിക്കൽ ഫോമാറ്റിൽ എഴുതുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ എന്താ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ പറയാ, നമ്മൾ ഇങ്ങനെ എഴുതുന്നില്ലേ, മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് എഴുതുന്നത്, ഇതിനെ നമ്മൾ പറയാ വേർഡ് ഇക്വേഷൻ എന്നാണ്. സോ ദിസ് ഈസ് എ വേർഡ് ഇക്വേഷൻ. നമ്മൾ വേർഡ് ബൈ വേർഡ് ആയിട്ടല്ലേ എഴുതുന്നത്. സോ അതിനെ നമ്മൾ പറയാ വേർഡ് ഇക്വേഷൻ എന്നാ. ഇറ്റ്സ് എ വേർഡ് ഇക്വേഷൻ. So a word equation shows change of reactants to products through an arrow placed between them. Okay, നമ്മള് റിയാക്ടൻസിനെയും, ഇവിടെ നമ്മളെ റിയാക്ടൻസ് ആരാ, മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ മക്കളെ, മെഗ്നീഷ്യം ഓക്സൈഡ് അല്ലെ. മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നു. നമ്മൾ അതിനെ ഒരു വേർഡ് ഇക്വേഷൻ ആയിട്ടാണ് ഫസ്റ്റ് എഴുതിയത്. റിയാക്ടൻസ് ആർ റിട്ടൺ ഓൺ ദി LHS വിത്ത് എ പ്ലസ് സൈൻ ബിറ്റ്വീൻ ദം അല്ലെ. റിയാക്ടൻസിനെ നമ്മൾ ഏത് സൈഡിലാണ് എഴുതിയത്, LHS-ലാണല്ലേ എഴുതിയത്. സോ റിയാക്ടൻസ് നമ്മൾ എവിടെയാ റെപ്രസെന്റ് ചെയ്യുക, LHS-ലാണ് അല്ലെ റെപ്രസെന്റ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പ്രോഡക്റ്റിന് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ RHS-ലാണ് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. സോ റിയാക്ടൻസ് ആർ റെപ്രസെന്റഡ് ഇൻ LHS ആൻഡ് പ്രോഡക്ട്സ് ആർ റെപ്രസെന്റഡ് ഇൻ RHS. ഓക്കെ, അവരുടെ ഇടയിൽ റിയാക്ടൻസ് എന്താ പറയാ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവുമല്ലോ, അപ്പാണല്ലോ റിയാക്ഷൻ നടക്കുന്നത്. സോ റിയാക്ടൻസിന്റെ ഇടയിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരൊക്കെ പ്ലസ് വെച്ചിട്ട് വേണം ആഡ് ഓൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ പ്രോഡക്റ്റിന്റെ സൈഡിലും ചിലപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് കിട്ടും, ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ചിലപ്പോൾ നമുക്ക് കിട്ടും. സോ അപ്പോൾ നമ്മൾ അവിടെ പ്രോഡക്റ്റിന്റെ സൈഡിൽ നമുക്കിപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് മാത്രമല്ലേ കിട്ടിയത്, അതുകൊണ്ടാണ് നമ്മൾ MgO എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഇനി മോർ ദാൻ വൺ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയും പ്ലസ് എന്നുള്ള സൈന് ആഡ് ചെയ്ത് പോവാണ് ചെയ്യുക. നമ്മൾ ഇനി അങ്ങോട്ട് കുറെ ഇക്വേഷൻസ് പഠിക്കും, അപ്പൊ നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ റിയാക്ടൻസ് റിട്ടൺ ഓൺ ദി LHS with a plus sign between them. The products are written on the RHS with a plus sign between them. എന്തിനാ പ്ലസ് സൈൻ ഇടുന്നത്, മോർ ദാൻ വൺ പ്രോഡക്ട്സോ മോർ ദാൻ വൺ റിയാക്ടൻസോ ഉണ്ടെങ്കിൽ നമ്മൾ കോമ ഇട്ടിട്ടല്ല അതിനെ സെപ്പറേറ്റ് ചെയ്യുക, നമ്മൾ
പ്ലസ് സൈൻ ആണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ആരോ ഹെഡ് പോയിന്റ്സ് ടുവേർഡ്സ് ദി പ്രോഡക്ട്സ് ആൻഡ് ഷോസ് ദി ഡിറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. ആരോ ഹെഡ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ സൈഡിലേക്കാണ് അല്ലെ. നമ്മളിവിടെ മെഗ്നീഷ്യവും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഈ ഗിവ്സ് ഇട്ടിട്ട് MgO എന്ന് എഴുതുന്നു അല്ലെ. MgO എന്ന് എഴുതുന്നുണ്ട്. ഈ MgOന്റെ അകത്ത് ആരോന്റെ ഹെഡ് എങ്ങോട്ടേക്കാം? ഇതാണല്ലേ റിയാക്ഷന്റെ ഡയറക്ഷൻ. നമ്മൾ ഫസ്റ്റ് ഇതാണ് എടുക്കുന്നത്. റിയാക്ടൻസ് മെഗ്നീഷ്യവും ഓക്സിജനുമാണ് റിയാക്ടൻസ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിൽ നിന്നും ഇതാണല്ലേ ഫോം ചെയ്യുന്നത്. സോ നമ്മൾ ഇടുന്ന ആരോ ഇങ്ങനെയായിരിക്കും നമ്മൾ ആരോ ഹെഡ് ഇടുന്നുണ്ടാവുക. ഇനി ചില കേസസിൽ അത് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പറയും. ചിലപ്പോൾ നമുക്ക് ആരോ തിരിച്ചിടേണ്ടിയൊക്കെ വരും. ഓക്കെ, അത് ചിലപ്പോൾ റിവേഴ്സിബിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കും ചിലപ്പോൾ മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടേക്കും ആരോ കാണിക്കും, ഇങ്ങോട്ടേക്കൊക്കെ കാണിക്കും. ഇത് റിവേഴ്സിബിൾ വിത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആരോ ആണ് കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ യൂണി ഡയറക്ഷനിലായിട്ടുള്ള റിയാക്ഷൻ ആണ്, ഒറ്റ ഡയറക്ഷനിലേക്ക് പോകുന്ന റിയാക്ഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്നിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഈ ആരോന്റെ ഹെഡിനെ കാണിക്കുക അല്ലെ. അപ്പം അതാണ് റിയാക്ടൻസും പ്രോഡക്ട്സും കെമിക്കൽ റിയാക്ഷനും. ഏതാണ് LHSൽ എഴുതുന്നത് മക്കളെ? ഏതാ റിയാക്ടൻസിനെയാണോ പ്രോഡക്ട്സിനെയാണോ നമ്മൾ LHSൽ റെപ്രസെന്റ് ചെയ്യുക? റിയാക്ടൻസിനെയാണ് അല്ലെ. ആൻഡ് പ്രോഡക്ട്സിനെ നമ്മൾ എവിടെയാ റെപ്രസെന്റ് ചെയ്യുക? RHSലാണ് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് മോർ ദാൻ വൺ റിയാക്ടൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ വെച്ചിട്ടാണ് കാണിക്കുക. ആൻഡ് മോർ ദാൻ വൺ റിയാക്ടൻസ് ഉണ്ടെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ പ്ലസ് സൈൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അത് ക്ലിയർ ആണോ മക്കളെ? സോ ഇവിടെ ഞാൻ എഴുതിയിരിക്കുകയാണ് ഒന്നും കൂടെ. Mg+O2 gives MgO. ഇവിടെ റിയാക്ടൻസ് ഇൻ LHS. റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണോ ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, which take part in a റിയാക്ഷൻ അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെയാണ് റിയാക്ടൻസ് എന്ന് പറയുക. ആൻഡ് ഒരു കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞിട്ട് എന്താണോ ഫോം ചെയ്യുന്നത്, നമുക്ക് എന്താണോ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്, എന്താണോ അതിന്റെ ഔട്ട്കം കിട്ടുന്നത്, അവരെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. ആൻഡ് അവരെ നമ്മൾ RHSലാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ വേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നതും നമ്മൾ അതിനെ ഷോർട്ട് ആക്കി നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് ഈവൻ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുന്നത് പോലും എന്തിനാണ്? ഒരു കെമിക്കൽ റിയാക്ഷന് നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ആക്കി റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പൊ ഞാൻ പറയാ മെഗ്നീഷ്യം റിബൺ എടുത്തു, ഞാൻ അതിനെ കത്തിച്ചു, ബേൺ ചെയ്തു. ഇത് എന്താണ്? ഇതൊരു സെന്റൻസ് ബൈ സെന്റൻസ് ആണ് അല്ലെ. മെഗ്നീഷ്യം ബേൺഡ് ഇൻ ഓക്സിജൻ അല്ലെ. അതെന്താണ്? അതൊരു സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനും അത് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പ്രോഡക്റ്റ് എന്താ കിട്ടിയിരിക്കുന്നത്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇത് എഴുതുമ്പോൾ ഭയങ്കര പാടാണ് അല്ലെ, ലെങ്തി ആണ് അല്ലെ. സെന്റൻസസ് എന്തൊക്കെയാണ് റിയാക്ഷൻസ് ചെയ്യുന്നതെന്നൊക്കെ ഭയങ്കര ലെങ്തി ആണ്. പക്ഷേ ഇവിടെ ഞാൻ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് സിമ്പിൾ ആയിട്ട് എഴുതുമ്പം മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ സിംഗിൾ ഇക്വേഷനിൽ നിന്നും അൺട്രസ്റ്റഡ് ആണ് അല്ലെ. നമ്മൾ റിയാക്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത് മെഗ്നീഷ്യവും ഓക്സിജനുമാണ്. അത് രണ്ടും റിയാക്ട് ചെയ്തപ്പം എനിക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. ആൻഡ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് അതിന്റെ പ്രോഡക്റ്റ്. ആൻഡ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇതാണെന്നൊക്കെ എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായല്ലേ. അപ്പം ലെങ്തി സെന്റൻസസ് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കെമിക്കൽ ഇക്വേഷന്റെ ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്. പിന്നെ നെയിം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ടർ ആക്കി. ഈവൻ ഇത് വേർഡ് ഇക്വേഷൻ ആണ് അല്ലെ. ഈ വേർഡ് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുമ്പം നമുക്ക് ഈവൻ ഷോർട്ടർ ആക്കാൻ പറ്റും അല്ലെ. Mg+O2 gives MgO. അപ്പം ഈ ഒരു ഇക്വേഷൻ പോലും വേണ്ട അല്ലെ. നമ്മൾ ഇത്രയും എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷൻ പോലും എന്തും വേണ്ട, ഈ ഒരു ഇക്വേഷന്റെ ഇത്രയും ലെങ്ത് പോലും വേണ്ട. ഈ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പം Mg+O2 gives MgO എന്ന് എഴുതുമ്പം ഇത് ബാലൻസ്ഡ് അല്ല കേട്ടോ മക്കളെ. ബാലൻസിങ് നമുക്ക്
നെക്സ്റ്റ് ആയിട്ട് പഠിക്കാം. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, കാരണം ഒരു നമുക്ക് ബാലൻസിങ് അടുത്തൊരു സെഷൻ ആയിട്ട് തന്നെ പഠിക്കാം. ഇത് ബാലൻസിങ് അല്ല. തൽക്കാലം ഞാൻ ഈ കെമിക്കൽ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത് നമുക്ക് ഷോർട്ടർ ആയിട്ട് നെയിം എഴുതുമ്പോൾ അത്രയും ഒരു ലെങ്തി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത്രയും ലെങ്ത്തിൽ വരില്ല അല്ലെ. പിന്നെ എഴുതാനും എളുപ്പമാണ്. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇത് എഴുതാനും റെപ്രസെന്റ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ആൻഡ് ഓൾസോ ഇത് ബാലൻസ് ചെയ്യാനും എളുപ്പമാണ് അല്ലെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഒരു മെഗ്നീഷ്യം ആണ് എടുത്തിരിക്കുന്നത്. ഒരു മെഗ്നീഷ്യം ആണ് നമ്മൾ റിയാക്ഷനിൽ ഒരു മെഗ്നീഷ്യം എടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയപ്പോഴും ഒരു മെഗ്നീഷ്യം തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ 2 ഓക്സിജൻ എടുത്തപ്പം 1 ഓക്സിജനെ പ്രോഡക്റ്റിൽ കിട്ടിയിട്ടുള്ളൂ. സോ ഇത് ബാലൻസ്ഡ് അല്ല. ഇത് ബാലൻസ്ഡ് അല്ല. നമുക്ക് ഇത് ബാലൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇത് ഇങ്ങനെ കാണുമ്പം നമ്മളൊരു കെമിക്കൽ റിയാക്ഷനെ കെമിക്കൽ ഇക്വേഷനാക്കി എഴുതുന്ന സമയത്ത് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാനും എളുപ്പമാണ് അല്ലെ. മെഗ്നീഷ്യം ഓക്സിജനിൽ കത്തിക്കുന്നു എന്ന് പറയുമ്പം എന്നിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ ബാലൻസ് ചെയ്യാന്ന് നമ്മൾ വിചാരിക്കുക. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാ ബാലൻസ് ചെയ്യാൻ പറ്റുക നമുക്ക് അല്ലെ. നമുക്ക് എത്ര മെഗ്നീഷ്യം റിയാക്ട് ചെയ്തു എന്ന് മനസ്സിലാവില്ല അല്ലെ. എത്ര ഓക്സിജൻ നമുക്ക് നമ്മുടെ ആ റിയാക്ഷനിൽ പങ്കെടുത്തു എന്ന് മനസ്സിലാവില്ല. എത്ര amount ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ ഇതൊക്കെ അറിഞ്ഞ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, അത് ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ ഒരു ഈസിനെസ് ഉണ്ടാവുള്ളൂ. സോ അതാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ ആക്കി എഴുതാന്ന്. അപ്പൊ എന്താ ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോ നമ്മളെ കെമിക്കൽ റിയാക്ഷൻസ് മെയിൻ ആയിട്ട് 2 ടൈപ്പാണ്. നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അൺബാലൻസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്, അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്. കേട്ടിട്ടുണ്ടോ ബാലൻസിങ് ഒക്കെ? ബാലൻസിങ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പൊക്കെ? സോ എന്താ ഫസ്റ്റ് ഞാൻ പറയുന്നത്, എന്താ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? നിങ്ങളൊരു കെമിക്കൽ ഇക്വേഷൻ കണ്ടല്ലേ, ഏതാ Mg+O2 gives MgO എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കണ്ടു. ഇവിടെ നിങ്ങൾ നോക്കിയേ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ്. നമ്പർ ഓഫ് ആറ്റംസ് 2 സൈഡിലും എന്താണ്, ഈക്വൽ ആണ്. നമ്പർ ഓഫ് ആറ്റംസ് 2 സൈഡിലും ഈക്വൽ ആണ്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഞാനൊരു റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്, ഞാനൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. Zn എന്താ മക്കളെ? സിങ്ക് അല്ലേ. സിങ്ക് പ്ലസ് H2SO4 എന്താ അത്? സൾഫ്യൂരിക് ആസിഡ് അല്ലേ. സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്. ഇത് റിയാക്ട് ചെയ്തപ്പം എനിക്ക് എന്താ മക്കളെ കിട്ടിയത്? ഇതിന്റെ പ്രോഡക്റ്റ് എന്താ? ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തു ആൻഡ് നമ്മൾ ഇതിന് എന്താ പറയാ, ഈ 2 സാധനത്തിന് എന്താ പറയാ? ദീസ് ആർ ദി റിയാക്ടൻസ് ഓഫ് ദിസ് റിയാക്ഷൻ അല്ലേ. ഇത് റിയാക്ടൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ LHSൽ റെപ്രസെന്റ് ചെയ്തത് അല്ലേ. ആൻഡ് എനിക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്, ഞാനിവിടെ ഉപയോഗിച്ച സൈൻ കണ്ടോ നിങ്ങൾ? പ്ലസ് സൈൻ ആണ് അല്ലെ. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന 2 റിയാക്ടൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവരെ പ്ലസ് സൈൻ വെച്ചിട്ട് എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് കിട്ടി? ഇതിന്റെ ഫലമായിട്ട് എനിക്ക് എന്ത് കിട്ടി? റിയാക്ഷന്റെ ഔട്ട്കം ആയിട്ട് എനിക്ക് എന്ത് കിട്ടി? പ്രോഡക്റ്റ് കിട്ടി. ദാറ്റ് ഈസ് ZnSO4. ZnSO4 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സിങ്ക് സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ് മാത്രമല്ല എനിക്ക് കിട്ടിയത്, ഹൈഡ്രജൻ ഗ്യാസും കൂടെ കിട്ടിയിട്ടുണ്ട്. അതാണ് പ്ലസ് സൈൻ ഇട്ടിട്ട് ഞാൻ ഈ 2 പ്രോഡക്റ്റിനെയും ഞാൻ കാണിക്കുന്നത് പ്ലസ് സൈൻ ഇട്ടിട്ടാണ്. സോ എനിക്ക് ഹൈഡ്രജൻ ഗ്യാസും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു റിയാക്ഷൻ സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ. ഇതിനെ ഞാൻ എങ്ങനെയാ കെമിക്കലി റെപ്രസെന്റ് ചെയ്തത്? Zn plus H2SO4 gives
ZnSO4 പ്ലസ് H2 അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തത്. സോ ഇതിനകത്ത് സിങ്കും സൾഫ്യൂരിക് ആസിഡും ആരാണ്? റിയാക്ടൻസ് ആണ്. ആൻഡ് ഗിബ്സ് അവരെന്താ തരുന്നത്? സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും നമുക്ക് തരുന്നു. മക്കളെ നിങ്ങൾ നോക്ക്, ഞാൻ എത്ര Zn എടുത്തിട്ടുള്ളത് റിയാക്ഷനിൽ? എത്ര Zn ആണ് എടുത്തിട്ടുള്ളത്? ഒരെണ്ണം അല്ലേ? ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുകയല്ലേ. ഇപ്പൊ 3 Zn ഉണ്ടെങ്കിൽ ഞാൻ 3 Zn എന്നാ എഴുതാം അല്ലെ? അപ്പം ഒന്നിൽ കൂടുതൽ Zn ഇല്ല, ഒറ്റ Zn മാത്രമേ ഉള്ളൂ. സോ എന്താണ്? ഒരു Zn ഞാൻ റിയാക്ഷനിൽ പങ്കെടുപ്പിച്ചു. എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൽ നിങ്ങൾ എത്ര Zn ആ മക്കളെ കാണുന്നത്? ഒരൊറ്റ Zn അല്ലേ കാണുന്നത്? ഒരു സിങ്ക് റിയാക്ട് ചെയ്തു, ഒരു സിങ്ക് ആണ് ഞാൻ റിയാക്ഷന് വേണ്ടി എടുത്തത്. എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിലും ഒറ്റ സിങ്ക് അല്ലേ ഉള്ളൂ, ഒരു സിങ്ക് അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരു സിങ്ക് എടുത്തു, ഒരു സിങ്ക് പ്രോഡക്റ്റിലും കാണുന്നുണ്ട്. അപ്പം സിങ്ക് എന്താണ്? ബോത്ത് സൈഡ്സിലും എന്താണ്? ഈക്വൽ ആണ്. റൈറ്റ് അല്ലേ? സിങ്ക് രണ്ട് സൈഡിലും ഈക്വൽ ആണ്. ഇനി ഞാൻ ഓരോരോ ആറ്റത്തിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓരോരോ ആറ്റവും എടുത്ത് നോക്കുക. ഞാൻ Zn ആറ്റം നോക്കി. Zn ഇവിടെ ഇരിക്കുന്നതും അവിടെ ഇരിക്കുന്നതും ഈക്വൽ ആണ്. റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിൽ ഇരിക്കുന്നതും ഈക്വൽ ആണ്. സോ അത് ഈക്വൽ ആണ്. അതെനിക്ക് ഈക്വൽ ആണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഹൈഡ്രജനെ നോക്കി. എന്റെ റിയാക്ടന്റ് സൈഡില്, ഈ റിയാക്ടന്റ് സൈഡില് H2 എന്ന് കാണുന്നില്ലേ മക്കളെ? H2SO4 അല്ലേ? അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 2 ഹൈഡ്രജൻ ഉണ്ട്. റിയാക്ടന്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ആൻഡ് ഞാൻ പ്രോഡക്റ്റ് സൈഡിലേക്ക് നോക്കുകയാണ്. പ്രോഡക്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എത്ര ഹൈഡ്രജനാ ഉള്ളത്? 2 അല്ലേ? സോ ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്? ഈക്വൽ ആണ്. ബോത്ത് സൈഡ്സിൽ എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പം സിങ്ക് 2 സൈഡിലും ഈക്വൽ ആണ്. ഹൈഡ്രജൻ 2 സൈഡിലും, 2 സൈഡും ഉദ്ദേശിക്കുന്നത് ഈ ആരോ ഹെഡിന്റെ 2 സൈഡിലും ആണ് കേട്ടോ. റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും നമ്പർ നമ്മൾ കമ്പയർ ചെയ്യാണ്. Zn ഒരെണ്ണം വെച്ചിട്ട് 2 സൈഡിലുണ്ട്. ആൻഡ് ഹൈഡ്രജൻ 2 എണ്ണം വെച്ചിട്ട് 2 സൈഡിലുണ്ട്. ആൻഡ് സൾഫേറ്റ് ഗ്രൂപ്പിനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് എടുക്കുന്നത്. സൾഫേറ്റ് ആണ് ഇതല്ലേ? സൾഫേറ്റ് ആണ് അല്ലെ? SO4 2- ആണിത്. SO4 ആണ്. SO4നെ നമ്മൾ 2 സൈഡിൽ നോക്കുമ്പോൾ ഒരു SO4 ഇവിടെയും ഉണ്ട്, ഒരു SO4 ഇവിടെയും ഉണ്ട്, ഒരു SO4 പ്രോഡക്റ്റിന്റെ സൈഡിലും ഉണ്ട് അല്ലെ? ഇതാ ഒരു SO4 അല്ലെ? സോ റിയാക്ടന്റ് സൈഡിലും ഒരു SO4 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും എന്തുണ്ട്? ഒരു SO4 ഉണ്ട്. സോ റിയാക്ടന്റ് സൈഡിൽ ഒരു സിങ്ക് ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ ഒരു സിങ്ക് ഉണ്ട്. റിയാക്ടന്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, H2 ആണ്. ആൻഡ് ഓൾസോ പ്രോഡക്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ആൻഡ് റിയാക്ടന്റ് സൈഡിൽ ഒരു സൾഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, SO4 ഉണ്ട്. ആൻഡ് ഓൾസോ പ്രോഡക്റ്റ് സൈഡിലും ഒരു SO4 ഉണ്ട്. മക്കളെ നിങ്ങൾ എന്താ അറിയോ ആലോചിക്കേണ്ടത്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചിട്ടില്ലേ? എന്താണത്? നമ്മള് ഒരു റിയാക്ഷൻ മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് അല്ലെ? മാസിനെ നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. സോ നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് നമ്മൾ 2 ഹൈഡ്രജൻ എടുത്തെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു സിങ്ക് എടുത്തെന്ന് വിചാരിച്ചോ, ഒരു സിങ്ക് ആണ് നമ്മൾ റിയാക്ഷൻ എടുക്കുന്നതെന്ന് വിചാരിച്ചോ, നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ അപ്പൊ എന്ത് കിട്ടില്ല? 2 സിങ്ക് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ? നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്ടന്റ് എത്രയാ? ഒരെണ്ണല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ എന്താ പാടില്ല? പ്രോഡക്റ്റ് സൈഡിൽ അപ്പൊ ഒരിക്കലും 2 എണ്ണം കിട്ടില്ല. ഒന്ന് എടുത്താൽ എങ്ങനെയാ 2 എണ്ണം കിട്ടുക? മാസിനെ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഉണ്ടാക്കാനും പറ്റില്ല, നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. സോ നമ്മളിപ്പോ ഇവിടെ 2 സിങ്ക് എടുത്തെന്ന് വിചാരിച്ചോ, 2 സിങ്ക് എടുത്തെന്ന് വിചാരിച്ചോ, ഒരിക്കലും പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് ഒറ്റ സിങ്ക് മാത്രമായിട്ട് കിട്ടില്ല. കാരണം എന്താ? മാസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ല അത് വേറെ ഏതെങ്കിലും ഫോമിൽ മാറിയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ്? മാസിനെ ഉണ്ടാക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അപ്പം റിയാക്ടന്റ് സൈഡിലുള്ളതും പ്രോഡക്റ്റ് സൈഡിലുള്ളതും എന്തായിരിക്കണം മക്കളെ? എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതിനു വേണ്ടിയിട്ട്, അങ്ങനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ചെയ്യുമ്പം, നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പം
നമുക്ക് ആ പ്രോഡക്റ്റിന്റെ സൈഡിലും റിയാക്ടന്റ് സൈഡിലുള്ളതും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസിങ് ചെയ്യുന്നത്. അത് ബാലൻസിങ് നമുക്ക് ചെയ്യാൻ ഇനി പഠിക്കാം. എങ്ങനെയാണ് നമുക്ക് ബാലൻസ്ഡ് അല്ല എങ്കിൽ, അതായത് ബാലൻസ്ഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് ആണെങ്കിൽ, അത് ഞാൻ പറയാം നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ക്ലിയർ ആയല്ലോ? റിയാക്ടന്റ് സൈഡിലുള്ളതും പ്രോഡക്റ്റ് സൈഡിലുള്ളതും എപ്പോഴും നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് അൺഈക്വൽ ഇൻ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് എടുക്കുന്നത് അൺഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക എന്ത്? അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഞാൻ 2 ഹൈഡ്രജൻ എടുത്തു. ഈ H2 ഒരിക്കലും ഇങ്ങനെ ബിഗസ്റ്റ് ആയിരിക്കില്ല കേട്ടോ മക്കളെ. H എഴുതി അതിന്റെ താഴെയാണ് അല്ലെ നമ്മൾ H2 എഴുതുക. H2 പ്ലസ് സൈൻ ഇട്ടു, O എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെയാണ് നമ്മൾ 2 റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇവിടെ അല്ല കേട്ടോ, താഴെ റെപ്രസെന്റ് ചെയ്യണേ. ആൻഡ് വിച്ച് ഗീവ്സ് എന്താ കിട്ടുക? H2O. അപ്പം H2 പ്ലസ് O2 ഗീവ്സ് H2O അല്ലെ? H2 പ്ലസ് O2 ഗീവ്സ് H2O യിൽ നിങ്ങൾ നോക്കും മക്കളെ, ഞാൻ 2 ഹൈഡ്രജനാണ് എടുത്തിട്ടുള്ളത്. എത്ര ഹൈഡ്രജനാ? ഹൈഡ്രജൻ എത്രയാ ഇവിടെ ഉള്ളത്? 2 അല്ലേ? 2 ഹൈഡ്രജൻ ഉണ്ട്. റിയാക്ടന്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. റിയാക്ടന്റ് സൈഡിൽ എത്ര ഓക്സിജൻ? 2 ഹൈഡ്രജനും 2 ഓക്സിജനും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? 2 ഹൈഡ്രജനും 2 ഓക്സിജനും ചേർന്നിട്ടാണ് ഹൈഡ്രജനും ഓക്സിജനും ഇത് രണ്ടും ഗ്യാസ് ആണ്. ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ 2 ഗ്യാസസ് ചേർന്നിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറുക, വെള്ളമായിട്ട് മാറുകയാണ് അല്ലെ? സോ ഇവിടെ ഈ ഒരു റിയാക്ഷന്റെ ഈ എഴുതിയിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ പ്രകാരം 2 ഹൈഡ്രജൻ ഉണ്ട്, ദാറ്റ് ഈസ് H 2 എണ്ണം ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്, O 2 എണ്ണം ഉണ്ട്. ഏത് സൈഡിലെ മക്കളെ? റിയാക്ടൻസ് ആയിട്ട് അല്ലെ? റിയാക്ടൻസ് ആയിട്ട്. ആൻഡ് ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, എത്ര ഹൈഡ്രജനാ ഉള്ളത് ഇവിടെ? H2 നോക്കിക്കേ നിങ്ങൾ, എത്ര ഹൈഡ്രജൻ ഉണ്ട് പ്രോഡക്റ്റ് സൈഡില്? എത്ര ഹൈഡ്രജനാ? 2 എണ്ണം ഉണ്ട് അല്ലെ? H2O ആണ് അല്ലെ? ഈ 2 ആരതാ? ഹൈഡ്രജന്റെ. സോ H2O 2 ഹൈഡ്രജനും ഉണ്ട്, 1 ഓക്സിജനും ഉള്ളത് അല്ലെ? ഓക്സിജൻ ഒരെണ്ണേ ഉള്ളൂ അല്ലെ? ഒറ്റ ഓക്സിജനേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തിരുന്ന റിയാക്ടന്റ് ആയിട്ട് എത്ര ഓക്സിജൻ ഉണ്ടായിരുന്നു? 2 ഓക്സിജൻ ഉണ്ടായിരുന്നു. നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഡക്റ്റിൽ എത്ര ഓക്സിജനേ ഉള്ളൂ? 1 ഓക്സിജനേ ഉള്ളൂ. സോ ദിസ് ഈസ് എൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇത് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ആണ് അല്ലെ? 2 ഹൈഡ്രജനും 2 ഓക്സിജനും ചേർന്നിട്ട് നമുക്ക് 2 ഹൈഡ്രജനും 1 ഓക്സിജനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ പ്രകാരം. സോ ദിസ് ഈസ് എൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. കറക്റ്റ് ആയില്ലേ? മനസ്സിലായില്ലേ മക്കളെ? കറക്റ്റ് ആയിട്ട്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് H2 പ്ലസ് O2 ഗിവ്സ് H2O, H2 പ്ലസ് O2 ഗിവ്സ് H2O, ഇത് ബാലൻസ്ഡ് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒറ്റ ഓക്സിജനേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ല നമ്മൾ ചെയ്യുക. റിയാക്ഷൻ എപ്പോഴും എന്തായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. എന്ത് പ്രകാരം മക്കളെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട് അല്ലെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പം നമ്പർ ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കണം അല്ലെ? നമ്പർ ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കണം. സോ നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷനെ എങ്ങനെയാ ബാലൻസ് ചെയ്യാന്നാ പഠിക്കുന്നത്. നമുക്ക് ഒരുപാട് കെമിക്കൽ ഇക്വേഷൻസ് ഇനി അങ്ങോട്ടേക്ക് ബാലൻസ് ചെയ്യാനുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഏതൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആണോ അല്ലയോ നോക്കണം. ബാലൻസ്ഡ് ആയിട്ട് മാത്രമേ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എഴുതാനും ഇക്വേഷൻ എഴുതാനും ഒക്കെ പാടുള്ളൂ. സോ എങ്ങനെയാണ് നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ എന്താന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താന്ന് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, മഗ്നീഷ്യം റിബൺ എടുത്തു, സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്തു, ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? കത്തിച്ചു. എനിക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി.
ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് നമ്മൾ ആ റിയാക്ഷനിൽ എന്താണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. മാഗ്നീഷ്യം എടുത്തു, ബേൺ ചെയ്തു, കത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ റിയാക്ഷൻ, അവിടെ എന്ത് റിയാക്ഷൻ ആണ് നടന്നിരിക്കുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വേർഡ് ഇക്വേഷൻ ആക്കി മാറ്റി എഴുതണം. വേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ മാഗ്നീഷ്യം, ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. വേർഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാ വരിക? വേർഡ് കെമിക്കൽ ഇക്വേഷൻ എന്താ? മാഗ്നീഷ്യം പ്ലസ് oxygen gives magnesium oxide. Magnesium plus oxygen gives magnesium oxide എന്ന് പറയുന്നതാണ് ഇവിടത്തെ വേർഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലെ. എന്നിട്ട് നമ്മൾ വേർഡ് കെമിക്കൽ ഇക്വേഷൻ എന്താക്കി മാറ്റണം? സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റണം. വേർഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എന്താക്കി മാറ്റണം മക്കളെ? സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റണം. നമ്മൾ ഇതിനെ സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. മാഗ്നീഷ്യത്തിന് Mg പ്ലസ് ഓക്സിജൻ ഞാൻ പറഞ്ഞു ഡയാറ്റോമിക് ആണ്, O2 എന്ന് പറഞ്ഞിട്ട് റിയാക്ഷനിൽ അത് എഴുതാൻ പാടുള്ളൂ അല്ലെ, റിയാക്ടൻസ് ആയിട്ട് എഴുതുമ്പോൾ. അപ്പം Mg പ്ലസ് O2 എന്ത് കിട്ടും നമുക്ക്? ഗിവ്സ് എന്താ കിട്ടുക? മാഗ്നീഷ്യം ഓക്സൈഡ് അല്ലെ, MgO, മാഗ്നീഷ്യം ഓക്സൈഡ്. ഇത്ര എഴുതിയ ക്ലിയർ അല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണോ കെമിക്കൽ റിയാക്ഷൻ അത് ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ വേർഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി, ആൻഡ് നമ്മൾ അതിന്റെ സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ എഴുതി. എന്നിട്ട് ജസ്റ്റ് അപ്പൊ നമ്മൾ ആ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് എത്രയോ സിമ്പിൾ ആണല്ലേ. ഈ ഒരു സ്കെലിറ്റൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു മാഗ്നീഷ്യം എടുത്തിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ബാലൻസ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. എങ്ങനെയാ ബാലൻസ് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യാ, റിയാക്ടൻ സൈഡിലുള്ള സാധനങ്ങളൊക്കെ എഴുതി നമ്പർ എഴുതുക, നോട്ട് ചെയ്യാം. മാഗ്നീഷ്യം എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം. ആൻഡ് പ്രോഡക്റ്റ് സൈഡില് മാഗ്നീഷ്യം എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം അല്ലേ. സോ മാഗ്നീഷ്യം ഒരെണ്ണം എടുത്തു, എനിക്ക് കറക്റ്റ് ഒരു മാഗ്നീഷ്യത്തിനെ തന്നെ കിട്ടി. പക്ഷേ ഞാൻ 2 ഓക്സിജൻ എടുത്തപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഒരൊറ്റ ഓക്സിജനെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതിനെ എനിക്ക് ബാലൻസ് ചെയ്യണം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ബാലൻസ്ഡ് ആവും? ഞാൻ ബാലൻസിങ് എങ്ങനെയാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ പറയാം, ഇവിടെ ഒരു 2 ഇട്ട് കഴിഞ്ഞാൽ 2 mg അല്ലേ. ഞാൻ ഇവിടെ ഒരു 2 ഇട്ടു. നിങ്ങൾ സർപ്രൈസ് ആവണ്ട, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഞാൻ ഇവിടെ ഒരു 2 ഇട്ടു, പ്രോഡക്റ്റിന്റെ സൈഡിലും ഒരു 2 ഇട്ടു. അപ്പൊ ഞാൻ എന്താ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? Mg, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. Mg പ്ലസ് O2 ഗിവ്സ് MgO എന്ന് പറയുന്നതായിരുന്നു ഇക്വേഷൻ. ആൻഡ് റിയാക്ടൻ സൈഡിൽ ഒരു Mg ആയിരുന്നു, ഒരു 2 ഓക്സിജൻ ഉണ്ടായിരുന്നു. പ്രോഡക്റ്റ് സൈഡിൽ ഒരു Mgയും ഒരു ഓക്സിജനും ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാലൻസ്ഡ് ആക്കിയിട്ട് എന്താ എഴുതിയെന്ന് അറിയാം. ഇത് ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. 2 mg പ്ലസ് O2 ഗീവ്സ് 2 mgO എന്ന് എഴുതി. 2 mgO പ്ലസ് O2 ഗീവ്സ് 2 mgO എന്ന് എഴുതി. സോ ഇപ്പൊ നോക്കൂ, ഇത് ഞാൻ ബാലൻസ് ചെയ്ത് വെച്ചേക്കാം. അൺബാലൻസ്ഡ് ആയിട്ടുള്ള Mg പ്ലസ് O2 ഗീവ്സ് MgO എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഞാൻ ബാലൻസ് ചെയ്തു. 2 നമ്പർ ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പുറത്തും ഇപ്പുറത്തും ആരോ ഹെഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ചെയ്തു. നിങ്ങൾ നോക്കിക്കേ, മാഗ്നീഷ്യം എത്ര എണ്ണം ഉണ്ട് LHSല്? 2. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2. പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, പ്രോഡക്റ്റ് സൈഡിൽ എത്ര മാഗ്നീഷ്യം ഉണ്ട്? ഒരു കോമ്പൗണ്ടിന്റെ ഫ്രണ്ടില് ഇപ്പൊ ഇത് MgO എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ. ഇതിന്റെ ഫ്രണ്ടില് ഈ നമ്പർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ Mgക്കും ബാധകമാണ്, ഈ Mgക്കും ബാധകമാണ്, ഈ ഓക്സിജനും ഇത് ബാധകമാണ്. രണ്ടാൾക്ക് എന്താണ് ബാധകമാണ് അല്ലെ. സോ 2 mgO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 mgO ഉണ്ട് എന്ന് അർത്ഥം.
2 mg ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 mg ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ MgO 2 mg എന്ന് പറഞ്ഞാൽ അതാ 2 MgO 2 MgO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MgO ഇത് ഒരു MgO ഇത് ഇങ്ങനെ 2 MgO കിട്ടുന്നുണ്ടെന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. 2 MgO എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒരു MgO ഉണ്ട് ഒരു MgO ഉണ്ട് ഇങ്ങനെ 2 MgO ഉണ്ട് എന്ന്. സോ നിങ്ങൾ നോക്കൂ 2 MgO എന്ന് എഴുതിയിരിക്കുമ്പോ എത്ര mg ഉണ്ട്? ഞാൻ പറഞ്ഞു ഈ രണ്ടിനും ബാധകമാണ് അല്ലെ. ഒരു MgO 2 MgO ഉണ്ട്. ഒരു MgO 2 MgO. ഇനിയിപ്പം 3 MgO എന്ന് പറഞ്ഞാൽ 3 MgO ഒരു MgO കൂടെ വരും അല്ലെ. സോ ഞാൻ ബാലൻസ് ചെയ്തിരിക്കുന്നത് 2 MgO എന്ന് ബാലൻസ് ചെയ്തു. അപ്പൊ നോക്കിയേ Mg 2 ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ട്? എത്ര ഉള്ള ഓക്സിജൻ? 2 MgO അല്ലെ. ഈ 2 ഓയ്ക്കും Mgക്കും ബാധകമാണ്. സോ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഞാൻ 2 മഗ്നീഷ്യം എടുത്തു, 2 ഓക്സിജൻ എടുത്തു, റിയാക്ഷൻ ചെയ്യിപ്പിച്ചു. ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ. ആൻഡ് പ്രോഡക്റ്റിൽ എനിക്ക് 2 mg കിട്ടി, ഓക്സിജനും 2 കിട്ടി അല്ലെ. സോ ഇവിടെ മാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ലോ ഓഫ് കൺസർവേഷൻ ഒബേ ചെയ്യുന്നില്ലേ? ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നില്ലേ? കാരണം എന്താ? ഞാൻ എത്ര റിയാക്ടൻസ് എടുത്തോ, എത്ര റിയാക്ടൻസിനെയാണോ ഞാൻ റിയാക്ട് ചെയ്യിപ്പിച്ചത്, അത്ര തന്നെ പ്രോഡക്റ്റ് എനിക്ക് കിട്ടി അല്ലെ. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഞാൻ മാസിനെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉള്ള മാസിനെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതാണ് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലെ. ഇവിടെ നമ്പർ ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോഡക്റ്റ് അല്ലെ. number of atoms in reactants equal to number of atoms in products അല്ലെ. രണ്ടിലുള്ള ആറ്റംസ് സെയിം ആയി. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എനിക്ക് എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലായ 2 ഇടണ്ടേന്ന്? ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ 2 ഇട്ടപ്പോൾ ഇത് കറക്റ്റ് ആയല്ലേ. ഇവിടെ 1 ആയിരുന്നു, അവിടെ 1 കിട്ടി, ഇവിടെ ഓക്സിജൻ 2 ഉണ്ടായിരുന്നു, ഓക്സിജൻ 1 ഉള്ളൂ. അപ്പൊ എനിക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ 2 ഇടണ്ടേന്ന്? അപ്പൊ ഞാൻ 2 ഇട്ടപ്പോഴല്ലേ ഇത് ബാലൻസ്ഡ് ആയത്? 2 സൈഡിലും 2 വെച്ചിട്ട് കിട്ടിയില്ലേ. ഇതെന്താ നമ്മൾ എഴുതി നിർത്തിയ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണെന്ത്? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്ടൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രോഡക്ട്സ്. ഞാനിവിടെ 2 മഗ്നീഷ്യം എടുത്തു, എനിക്ക് 2 മഗ്നീഷ്യം പ്രോഡക്റ്റിൽ കിട്ടി, 2 ഓക്സിജൻ റിയാക്ഷനിൽ എടുത്തു, റിയാക്ടന്റ് ആയിട്ട് എടുത്തു, 2 ഓക്സിജൻ പ്രോഡക്റ്റിലും കിട്ടി. സോ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്തുകൊണ്ട് നമ്മൾ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ ആണ് ഇപ്പം ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നമുക്ക് ബാലൻസിങ് ചെയ്തു നോക്കാം. ഇതാ നോക്കിക്കേ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാനിപ്പോ പറയുന്നത്. Mg plus O2 gives MgO. ഇവിടെ ഞാൻ മഗ്നീഷ്യം 1 ആണുള്ളത്, ഓക്സിജൻ 2 ഉണ്ട്, മഗ്നീഷ്യം ഈ സൈഡിൽ 1 ആണുള്ളത്, ഓക്സിജൻ എന്തേ ഉള്ളൂ? ഒറ്റ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെയാ ഇതിനെ ബാലൻസ് ചെയ്തത്? 2 mg plus O2 gives 2 MgO. അപ്പൊ എനിക്ക് 2 മഗ്നീഷ്യം കിട്ടി. ഈ 2 രണ്ടിനും കോമൺ ആണ് മക്കളെ. ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതുന്ന നമ്പർ. സോ 2 mg plus O2 gives 2 MgO. 2 മഗ്നീഷ്യം ഞാൻ റിയാക്ടന്റ് ആയി എടുത്തു, എനിക്ക് 2 മഗ്നീഷ്യത്തിന് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ആൻഡ് ഓൾസോ 2 ഓക്സിജൻ ഞാൻ റിയാക്ടന്റ് ആയിട്ട് എടുത്തു, 2 ഓക്സിജൻ എനിക്ക് പ്രോഡക്റ്റ് ആയിട്ടും കിട്ടി. സോ അതാ പറയുന്നത്, ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ മാസ് ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ്. സോ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്.